ഞാൻ പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഇലയുടെ അടക്കം ഇങ്ങനെ എന്തൊക്കെയോ കുറേ വെള്ള സാധനം ഇങ്ങനെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആദ്യം ഓർത്ത് കാക്ക അപ്പിയിട്ട് പോയതായിരിക്കും എന്ന്. പിന്നെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ കാട്ടുമുല്ല പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഷെഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. കുറേ പിടിച്ച് നിൽപ്പുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അങ്ങനെ വലിയ മണമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിൽ കറി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കി. വെണ്ടക്ക ഉണ്ടായിരുന്നു. ഇത് മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ മീനുണ്ടായിരുന്നു. മീൻ ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് ഇത് അരിയാൻ വേണ്ടിയിട്ടിരുന്നത്. പിന്നെ കഴുകിയിട്ട തുണിയൊക്കെ ഞാൻ വെയിൽ കണ്ടപ്പോൾ വേഗം തന്നെ അതേ വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോയി. ഭയങ്കര ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന മുളക് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്നത് നങ്കാണ്, അതായത് മാന്തൾ മുളകിട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ്. പിന്നെ മുളക് കറി എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ പൊതുവേ അങ്ങനെ മീൻ കിട്ടിയാലും മുളകിട്ടാണ് കൂടുതലും വെക്കാറ്. അങ്ങനെ മീൻകറിയൊക്കെ അതേ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കുളിച്ചിട്ട് ചോറ് കഴിക്കണം. അങ്ങനെ ചോറ് കഴിക്കാനിരുന്നു. മീൻകറി അടിപൊളിയായിരുന്നു കേട്ടോ. റെസിപ്പി ആർക്കെങ്കിലും വേണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് പോയപ്പോഴൊക്കെ കുറേ പേര് കണ്ടപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് നീ നിൻ്റെ വീട്ടിൽ പോയില്ലേ പെരുന്നാളായിട്ടെന്നാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകാനുള്ള പാക്കിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് വരാവേ.